നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടെ ദിയമോളുടെ കാര്യത്തിൽ രക്തബന്ധം മാത്രം നോക്കിയാ പോരാ. പിടികിട്ടിയോ? അവള് പണം കായ്ക്കുന്ന മരമാണ്. അതനുഭവിക്കേണ്ടത് രാഖിയും. പ്രകാശേട്ടൻ എന്തി ആലോചിച്ച് കൂട്ടുന്നേ? പണത്തിനോട് ആർത്തി പിടിച്ച് ഈ മനുഷ്യന് വട്ടായോ? ഈട് വെക്കാതാരെങ്കിലും ലോൺ കൊടുക്കോ? ഇല്ല. സുമിത്രേ, ഈ വീട്ടിൽ വേറെ പൂട്ടുണ്ടോ? അടുക്കളവാതിൽ പൂട്ടുന്നൊരു ചെറിയ പൂട്ടുണ്ട്. വേണ്ട 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 വേണ്ട, അതിന് അഡീഷണൽ കീ ഉണ്ട്. പുതിയതുണ്ടാ? ഇല്ല. എന്തിനാ? നാളെ മുതൽ നമ്മുടെ ബെഡ്റൂമിന്റെ ഡോറ് പുറത്തുനിന്ന് പൂട്ടണം. ഇല്ലെങ്കിലേ വയസ്സായ ഒരു പൂച്ച കക്കാൻ കയറും. ഹൈ, മുൻപ് മനോജ് കേറിയ പോലെയുള്ള നല്ലത്. ഇത് മുഴുത്ത പൂച്ചയാ. പ്രകാശേട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നേ? സത്യം. പിച്ചും പേയും പറയാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നല്ലത്. രക്തം രക്തത്തെ തിരിച്ചറിയുക തന്നെ വേണം. രാഖിയുടെ സഹോദരൻ രാജീവിന്റെ മോള് രാഖിക്ക് പ്രിയപ്പെട്ടത് തന്നെ ആയിരിക്കണം. മാത്രമല്ല, തനിക്കൊന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ അവിടെ വേറെ ആരുള്ളത്? രാഖിക്കൊരു കുട്ടിയില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഇവിടെ ഞാനടക്കം എല്ലാവർക്കും ദിയ ഒരു ഒഴിയാ ബാധയാ. വന്ദനയ്ക്ക് ദിയ പ്രിയപ്പെട്ടവളായിരുന്നു എപ്പോ? അവളുടെ കല്യാണത്തിന് മുന്നേ. പക്ഷെ ഇപ്പോ ജഗന്റെയും വന്ദനയുടെയും ജീവിതത്തിൽ ദിയയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല. ഇപ്പോഴത്തെ സ്നേഹം കൊണ്ട് അവരത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നാളെ അവർക്കൊരു കുഞ്ഞുണ്ടാവില്ലേ? അപ്പ മാധവൻ നായർക്കും ഭാര്യയ്ക്കും വയസ്സായി. ഇനി എത്ര നാളും നോക്കും അവരീ കുഞ്ഞിനെ? അവസാനം ആരും നോക്കാനും കാണാനും ഇല്ലാതെ ഏതെങ്കിലും വീട്ടിലോ ഹോട്ടലിലോ എച്ചിൽ പാത്രം കഴുകി ജീവിക്കേണ്ടി വരും അവൾക്ക്. ഈ സിനിമയിലൊക്കെ കാണുന്നില്ലേ അതുപോലെ. നോ, അവളെ ഞാൻ കൊണ്ടുപോകും, നിയമത്തിന്റെ ബലത്തിൽ. മനസ്സിലായില്ല. വന്ദന കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഒപ്പിട്ട് തന്ന ചില പേപ്പേഴ്സ് ഇല്ലേ, അത് വെച്ച് ഞാൻ കളിക്കും. കോടതിയോ പോലീസ് സ്റ്റേഷനോ എന്തോ ആയിക്കോട്ടെ, ദിയമോളുടെ അവകാശം ഞാൻ നേടിയെടുക്കും. അത് കോടതിയിൽ വില പോവില്ല. ഞാൻ അറിഞ്ഞിടത്തോളം അത് നിങ്ങൾ തമ്മിലൊരു എഗ്രിമെന്റ് മാത്രമാണ്. രാഖിയും സാഗറും അത് വിശ്വസിച്ചിരിക്കരുത്. ഇവിടെ ദിയമോളുടെ കാര്യത്തിൽ രക്തബന്ധം മാത്രം നോക്കിയാ പോരാ. പിടികിട്ടിയോ? അവള് പണം കായ്ക്കുന്ന മരമാണ്. അതനുഭവിക്കേണ്ടത് രാഖിയും. അറിയാലോ, പണം അതാണ് എല്ലാം. പവർ, പദവി, അധികാരം എല്ലാം. രാഖി മുന്നോട്ട് നീക്കൂ. നിന്റെ ഒപ്പം ഞാനുണ്ടാവും. എന്തിനും ഏത് രീതിയിലും. പണമെങ്കിൽ പണം, ആൾബലമാണെങ്കിൽ അങ്ങനെ. ചിന്തിക്ക്. ദിയയെ സ്വന്തമാക്കാനുള്ള വഴികളെ കുറിച്ച് ആലോചിക്കുക.
ഇവളെ ആയുധമാക്കി വേണം ആദിയെ എന്നേക്കുമായി തുരത്താൻ. എന്നിട്ട് വേണം ഇവളെയും ആ സാഗറിനെയും എടുത്ത് കൊക്കയിലെറിയാൻ. ഇനിയും ഹരിതയുമായി എനിക്ക് വിട്ടു നിൽക്കാനാവില്ല. ഞാനല്ലല്ലോ അവളെ വെറുത്ത് സർവ്വതുപേക്ഷിച്ച് എന്നോടൊപ്പം വന്ന എന്റെ പെണ്ണ്. അവളെ ഞാൻ ഉപേക്ഷിക്കില്ല. അവളെ എനിക്ക് കാണണം, ഇപ്പോ, ഈ രാത്രിയില്. സ്കൂട്ടർ വഴിയില്ലേ? എടാ, MLA കരുണാകരക്കുറിപ്പിന്റെ വീടിന്റെ മുൻവശത്ത് വെച്ചാ. ഓ, അമ്മായിച്ചനൊക്കെ തന്നെയാ, അറിയാലോ. ഇപ്പൊ പിണക്കത്തില. നിനക്കറിയാലോ ഇത്. ഞാൻ ഇവിടെ നിന്ന് ശരിയാവത്തില്ല. പെട്രോള് തീർന്നെന്ന് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്, കുറച്ച് പെട്രോള് വാങ്ങിച്ചൊഴിച്ച് നീ നിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചേക്ക്. ഞാനൊരു ടൂറ് പോവാ. കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം. അതെ, വണ്ടി എടുത്തോണ്ട് പോകുമ്പോ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. ഓക്കെ അളിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.